ഹായ് ഓൾ, ഇന്ന് നമ്മുടെ ഈ ഫുട്ബോളിൽ വന്നിട്ടുള്ള ലേറ്റസ്റ്റ് പാക്കായ യൂറോപ്യൻ ക്ലബ് മിഡ്ഫീൽഡേഴ്സിൻ്റെ പാക്ക് ഓപ്പണിംഗ് വീഡിയോ ആയിരിക്കും ചെയ്യുന്നത്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് എത്ര സ്പിൻസ് ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു 3 ടാർഗറ്റ്സിനെയും കിട്ടും എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. സോ ഇതിൽ വന്നിട്ടുള്ള കക്കയും പേവലും ഗുട്ടിയുമാണ്. സോ നമുക്ക് ഈ ഒരു പാക്കിനോടൊപ്പം തന്നെ ഈ അപ്ഡേറ്റിൽ നമുക്ക് ഈ ഒരു പാക്കിന് ഒരു ഫ്രീ സ്പിൻ കൂടി വന്നിട്ടുണ്ട്. സോ ഈ ഒരു ഫ്രീ സ്പിന്നിൽ ലൈക്ക് ആസ് യൂഷ്വൽ നമുക്ക് ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. സോ ഫ്രീ സ്പിൻസിൽ എനിക്ക് അധികം അങ്ങനെ ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. പണ്ടെന്തോ കഫോ എന്തോ കിട്ടിയിട്ടുണ്ട്, അത് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. സോ ഇപ്പം നമുക്കൊരു സ്റ്റാൻഡേർഡ് DMFൻ്റെ കാർഡാണ് വന്നിട്ടുള്ളത്, റീഡിൻ്റെ. സോ ഈ ഒരു വീഡിയോയിൽ നമുക്ക് നോക്കാം ലൈക്ക് എത്ര സ്പിൻസ് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫൈനൽ ടാർഗറ്റ്സിനെ കിട്ടുമെന്നുള്ളത്. സോ ഇത് എൻ്റെ ഫസ്റ്റ് 900 സ്പിന്നായിരുന്നു. സോ ഫസ്റ്റ് 900 സ്പിന്നിൽ നമുക്ക് കാര്യം നോർമൽ ഒരു DMF കാർഡ് തന്നെയാണ് വന്നിട്ടുള്ളത്. സോ നമ്മുടെ ഈ വീഡിയോയിൽ കുറച്ച് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് പോകും, കാരണം ഈ ഒരു വീഡിയോ കുറച്ചുകൂടെ നല്ല ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. കാരണം നിങ്ങളിപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും ഭയങ്കര ക്യാച്ചി ആയിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് ഈ പറയുന്ന ഒരു പാക്ക് ഓപ്പണിങ്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന കോയിൻസ് എല്ലാം സ്പെൻഡ് ചെയ്തിട്ട് പുതിയ ഹീറോസ് അല്ലെങ്കിൽ ഹീറോസ് എന്ന് പറയുന്നതിൽ പുതിയ പ്ലേയേഴ്സിനെ സൈൻ ഇൻ ചെയ്യുക എന്നുള്ളത്. സോ എനിക്ക് ഈ ഒരു മിഡ്ഫീൽഡർ കാർഡ് ഒത്തിരിയും യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടാണ് ഞാൻ ഈ ഒരു പാക്ക് ഓപ്പൺ ചെയ്യുന്നത്. സോ ഇത് എൻ്റെ 4th അറ്റംപ്റ്റ് ആണ് ഗൈസ്, 4th 900th അറ്റംപ്റ്റ്. അതായത് 4 വട്ടം ഞാൻ 900 കോയിൻസ് വെച്ചിട്ട് സ്പിൻ ചെയ്തപ്പം എനിക്ക് കിട്ടിയ റിസൾട്ടാണ്. എനിക്ക് ഫസ്റ്റ് ഇത് കിട്ടിയത്, അതായത് ഫസ്റ്റ് എപ്പിക് അടിച്ചത് ഈ 4th 900 സ്പിന്നിലാണ്. സോ ഇതിലെനിക്ക് ഗുട്ടീനെയാണ് കിട്ടിയത്. സോ ഗുട്ടി നിങ്ങൾക്കറിയാം, നമുക്ക് CMF പൊസിഷനിലാണ് കളിക്കുന്നത്. അത്യാവശ്യം ആട്രിബ്യൂട്ട്സും കാര്യങ്ങളും കൊണ്ടാണ് വന്നിട്ടുള്ളത്. സോ ഗുട്ടി ബാക്കി 2 കാർഡ്സ് വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കൈൻഡ് ഓഫ് നെർഫ്ഡ് എന്നുള്ള രീതിയിൽ വേണം പറയാൻ. കാരണം ബാക്കി 2 കാർഡ്സും അത്യാവശ്യം നല്ല കൈൻഡ് ഓഫ് ഒരു നല്ല ആട്രിബ്യൂട്ട്സും കാര്യങ്ങളും പ്രോഗ്രഷൻ പോയിൻറ്റ്സ് ഒക്കെ വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ വേണ്ടി പറ്റും നമ്മൾ എത്ര ലൈക്ക് നമുക്കൊരു വൈപ്പ് ഔട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ടാർഗറ്റ്സ് അച്ചീവ് ചെയ്യണമെങ്കിൽ ഏതറ്റം വരെ പോകണം, അല്ലെങ്കിൽ ഏതറ്റം വരെ പോകാൻ വേണ്ടി പറ്റും എന്നുള്ള ആണ് നിങ്ങൾക്ക് ഇപ്പം കാണാൻ വേണ്ടി പറ്റുന്നത്. സോ ലൈക്ക് നമ്മൾ ഒരുപാട് ലൈക്ക് നമുക്ക് ഇൻ ഗെയിമിലൊക്കെ ഒരുപാട് കോയിൻസ് ഒന്നും കിട്ടാറില്ല അല്ലേ. സോ നമ്മൾ എത്ര അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഒരു വീക്ക്ലി ബേസിസിൽ ഒരു 1000 കോയിൻസ് ഒന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ലൈക്ക് എനിക്ക് പേഴ്സണലി കിട്ടിയിട്ടില്ല. ബട്ട് എന്നാലും എത്രയെങ്കിലും ടൈം എടുത്തിട്ടാണ് ഓരോ പ്ലേയേഴ്സും ഇങ്ങനെ കൊണ്ടുവരുന്നത്. സോ നമ്മൾ അത്രയും വട്ടം കറക്റ്റിയിട്ട് അത് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ ഇപ്പം എൻ്റെ ഒത്തിരിയും ഫ്രണ്ട്സ് ഇപ്പോൾ ഒത്തിരിയും വട്ടം അറ്റംപ്റ്റ് ചെയ്തിട്ടൊക്കെ കിട്ടാതെ നിരാശരായി പോയ ഒത്തിരിയും ഫ്രണ്ട്സ് ഉണ്ട്. സോ നിങ്ങളിപ്പം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് വട്ടം 900 സ്പിൻസ് നടത്തിയിട്ടുണ്ട്. സോ എനിക്ക് ഇതുവരെ ഒരു എപ്പിക്ക് മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. സോ നമ്മുടെ ആ ഒരു എന്താ പറയണ ലൈക്ക് നമ്മൾ എത്രത്തോളം വിഷമിപ്പിക്കാൻ വേണ്ടി പറ്റും അത്രയും കൊനാമിയുടെ എൻ്റെ നിന്ന് ചെയ്യുന്നുണ്ടല്ലേ. എനിക്കിതിൽ നല്ല അത്യാവശ്യം നല്ല കാശ് ഇറങ്ങിയിട്ടുണ്ട്, കാശ് നല്ല പൊട്ടിയിട്ടുമുണ്ട്. സോ നിങ്ങളൊന്ന് നോക്കുക, ലൈക്ക് നിങ്ങൾക്കത് വേർത്തിട്ടാണോ എങ്കിൽ മാത്രം ട്രൈ ചെയ്യുക. കാരണം ലൈക്ക് നമ്മൾ ഹാർഡ് ഏൺഡ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ്. സോ നമ്മൾ എത്ര നമ്മൾ ഇത് സ്പെൻഡ് ചെയ്യുന്നത് എന്നെല്ലാം നമ്മുടെ ഒരു ഏർണിംഗ് കപ്പാസിറ്റിയും കൂടി നോക്കിയിട്ട് വേണം ഇത് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി. സോ ഇത് എൻ്റെ 11th അറ്റംപ്റ്റ് ആണ്, 11th അറ്റംപ്റ്റ് വിത്ത് 900 കോയിൻസ്. സോ ഈ എൻ്റെ ഈ 11th അറ്റംപ്റ്റിൽ ലൈക്ക് ഫോസേ എനിക്ക് വീണ്ടും ഒരു എപ്പിക് അടിച്ചിരിക്കുകയാണ്. സോ ഈ ഒരു എപ്പിക് എന്ന് വേറെ ആരുമല്ല, നമ്മുടെ കക്കയെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം കക്ക ലൈക്ക് ഇത് AMF കാർഡ് എന്തോ ആണ് കക്കയുടെ. ലൈക്ക് ഈ ഒരു പെർട്ടിക്കുലർ കാർഡ് അത്യാവശ്യം നല്ല പ്രോഗ്രഷൻസും കാര്യങ്ങളും ലൈക്ക് കൈൻഡ് ഓഫ് ആട്രിബ്യൂട്ട്സും കാര്യങ്ങളൊക്കെ വെച്ച് തന്നെയാണ് വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ലൈക്ക് 104 എന്തെങ്കിലും പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കറിയത്തില്ല, ഞാനിത് ട്രെയിൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാലേ ബാക്കി കാര്യങ്ങൾ പറയാൻ വേണ്ടി പറ്റത്തുള്ളൂ. സോ ലൈക്ക് 11th അറ്റംപ്റ്റിൽ കിട്ടിയിട്ടുണ്ട്. സോ ഇനി വളരെ കുറച്ച് അറ്റംപ്റ്റ്സ് മാത്രമാണുള്ളത്. സോ നമ്മുടെ 900 സ്പിൻ ചെയ്യാനുള്ള അറ്റംപ്റ്റ്സ് എല്ലാം കഴിഞ്ഞു. ഇനി 9 പേരും കൂടെ ഉള്ളു സൈൻ ഇൻ ചെയ്യാൻ. സോ നമുക്ക് ഓരോരുത്തരെ വെച്ച് നോക്കാം. ഓക്കെ, ഹെൽവി 76 ഒരു യൂസ് ഇല്ല. ദെൻ അഗൈൻ നമുക്ക് വീണ്ടും ഒരു സ്റ്റാൻഡേർഡ് കാർഡ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. സോ നമ്മൾ നോക്കണം ലൈക്ക് നമ്മൾ ഒരു 3 പേരെയും കിട്ടണമെങ്കിൽ ഏത് എക്സ്റ്റെൻറ്റ് വരെ പോകണമെന്നുള്ളതാണ്. ഇനി 6 പേരും കൂടെ ഉള്ളത് ഗൈസ്, ഇത് നോക്കണം, 6 പേരും കൂടെ. സോ
ലൈക്ക് ലാസ്റ്റ് എക്സ്റ്റെൻഡ് വരെയും കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അതും നോക്കണം, നമ്മളിനി ഓരോ 100 കോയിൻസ് വെച്ചാണ് സ്പിൻ ചെയ്യുന്നത്. ഫൈനലി സോ ആനിമേഷൻ സ്കിപ്പായി ഗൈസ്. സോ ഫൈനലി നമുക്ക് പേവെല്ലാം കിട്ടിയിട്ടുണ്ട്. സോ നമ്മുടെ 3 ടാർഗറ്റ്സ് ആർ ബീങ് അച്ചീവ്ഡ്. 3 ടാർഗറ്റും കിട്ടിയിരിക്കുകയാണ്. സോ നമുക്ക് കൊണാമി നമ്മളെ ഏത് എക്സ്റ്റെൻഡ് വരെ കൊണ്ടുപോയെന്ന് നോക്കണം ഗൈസ്. അതായത് ലൈക്ക് സ്റ്റാർട്ടിങ് ഫ്രം ആദ്യത്തെ നമുക്ക് 4th 900 കിട്ടി, പിന്നെ 11th 900 കിട്ടി, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി 4 പേരെയും കൂടെ ഉള്ളു എടുക്കാൻ എനിക്ക്. അതായത് 150 പേരല്ല 146 ആൾക്കാരെ എടുത്തതിന് ശേഷം മാത്രമാണ് എനിക്ക് കിട്ടിയത്. അയ്യോ, എന്തായാലും കൊള്ളാം, നന്നായിട്ടുണ്ട്. എനിക്കിതേപോലെ സിമിലർ കേസ് മുമ്പ് നമുക്ക് പിയോളിൻ്റെയും സേവിയുടെയും കെസിയസിൻ്റെയും ഒരു കാർഡ് വന്നിട്ടുണ്ട്. സോ എനിക്കൊന്ന് 148 പേരെയും സ്പിൻ ചെയ്തിട്ടാണ് കിട്ടിയത്. സോ ദിസ് ഈസ് കമ്പാരിറ്റീവ്ലി ബെറ്റർ എന്നേ പറയാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ കാർഡ് സ്പിന്നിങ് എല്ലാം കഴിഞ്ഞു, നമ്മുടെ ടാർഗറ്റ്സും എല്ലാം അച്ചീവ്ഡ് ആണ്. ദാറ്റ് വാസ് എ ലോങ് ജേർണി റൈറ്റ്. ഒത്തിരിയും ടൈം എടുത്തു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫൈനലി ഞാൻ ഇവരെ സ്ക്വാഡിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കക്കയ്ക്കും പേവലിനും 104 റേറ്റിംഗ് വരുന്നുണ്ട്, ഗൂട്ടിക്ക് 102 റേറ്റിംഗാണ് വരുന്നത്. സോ നമ്മുടെ കക്കയുടെ ഒരു കാർഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്ലേയിങ് സ്റ്റൈൽ ക്രിയേറ്റീവ് പ്ലേ മേക്കറാണ്. പിന്നെ പ്ലേയിങ് സ്റ്റൈൽ ട്രിക്സ്റ്റർ, അമേസിംഗ് റണ്ണും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഈ ഒരു പ്ലെയറിന് ബോൾ കൺട്രോൾ 99 വരുന്നുണ്ട് ഗൈസ്. പിന്നെ ഡ്രിബ്ലിംഗ് 101, ടൈറ്റ് പൊസിഷൻ 95, ലോ പാസ് 92. ലൈക്ക് അബോവ് 90 നല്ല കൈൻഡ് ഓഫ് പ്രോഗ്രഷൻസ് ആണ് അച്ചീവ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ആട്രിബ്യൂട്ട്സ് കിട്ടിയിട്ടുള്ള ഈ ഒരു പ്ലെയറിന്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ സ്പീഡ് 94, പിന്നെ ആക്സിലറേഷൻ 90, ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട്. സോ ഇതെല്ലാം ഞാൻ ഓട്ടോ ട്രെയിൻ ചെയ്ത സ്റ്റാറ്റ്സ് ആണ്. സോ ഇത് പിന്നെ ബൂസ്റ്റേഴ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. പിന്നെ പ്ലെയർ സ്കിൽസ്, ഡബിൾ ടച്ച്, മസിൽ ടേൺ, സോൾ കണ്ട, മൊമെന്റം ഡ്രിബ്ലിംഗ്, ലോങ് റേഞ്ച് കളർ, ചിപ്പ് ഷോട്ട്, ഫസ്റ്റ് ടൈം ഷോട്ട്, വൺ ടച്ച് പാസിംഗ്, മെൻഷിപ്പ്, ലൈക്ക് നല്ല റിച്ച് ആയിട്ടുള്ളൊരു പ്ലെയർ സ്റ്റൈൽസ് തന്നെയാണ്, അല്ലെങ്കിൽ സ്കിൽസ് തന്നെയാണ് ആയിട്ട് ഉള്ളത്. ഇനി പേവലിൻ്റെ കാര്യത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോൾ പ്ലെയർ ആണ് സ്റ്റൈല്. പിന്നെ വരുന്നത് ബോൾ കൺട്രോൾ 95, ഡ്രിബ്ലിംഗ് 98, പിന്നെ ടൈറ്റ് പൊസിഷൻ 97, ഡ്രിബ്ലിംഗ് 98, ഓക്കെ. ദെൻ ലോ പാസ് 91 വരുന്നുണ്ട്, ലോ പാസ് കമ്പാരിറ്റീവ്ലി. ദെൻ നമുക്ക് കിക്കിംഗ് പവർ 94 വരുന്നുണ്ട്, സ്റ്റാമിന 97, ബാലൻസ് 95. ലൈക്ക് നല്ല റിച്ച് ആയിട്ടുള്ളൊരു പ്രോഗ്രഷൻ തന്നെയാണ്. പിന്നെ സ്കിൽസ് നോക്കിക്കഴിഞ്ഞാൽ നക്കിൾ ഷോട്ട്, ഡിപ്പിംഗ് ഷോട്ട്, റൈസിങ് ഷോട്ട് 3 വരുന്നുണ്ട്. ലോങ് റേഞ്ച് കളർ, വൺ ടച്ച്, ത്രൂ പാസിംഗ്, പിൻ പോയിന്റ്, ഓഫ് സൈഡ് കളർ, ഫിനോമിനൽ പാസ്, ഹൈലൈറ്റ്. സോ ഇതും നല്ല ഒരു കാർഡ് തന്നെയാണ്. ഇനി നമ്മൾക്ക് ലാസ്റ്റ് കാർഡായ നമ്മുടെ ഗൂട്ടിയുടെ കാർഡാണ് നോക്കാനുള്ളത്. ഗൂട്ടിയുടെ 102 റേറ്റിംഗ് ആണ് വരുന്നത്. പ്ലേയിങ് സ്റ്റൈൽ ഓർക്കസ്ട്രേറ്ററാണ്, അമേസിംഗ് റണ്ണും കാര്യങ്ങളൊക്കെയാണ് ഈ പ്ലേ സ്റ്റൈൽസ്. ബോൾ കൺട്രോളിൻ്റെ കേസ് വരുമ്പോൾ 93, ഡ്രിബ്ലിംഗ് 92, ലോ പാസ് 99, ലോഫ്റ്റഡ് 97 വരുന്നുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ ആക്സിലറേഷൻ, കിക്കിംഗ് പവർ 92 ഉണ്ട്. സോ ഇതും ലൈക്ക് ഒരു അത്യാവശ്യം ലൈക്ക് മറ്റേ 2 ആൾക്ക് കിട്ടിയ അത്ര ഇല്ലെങ്കിലും ലൈക്ക് അത്യാവശ്യം സ്റ്റാറ്റ്സ് ഉണ്ട് കേട്ടോ. പിന്നെ പിൻ പോയിൻറ്റ്, ക്രോസിങ്, ഔട്ട് സൈഡ് കളർ കാര്യങ്ങളൊക്കെ. സോ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ, അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോൻ്റെ കണ്ടൻസ് എന്നുള്ളത്. സോ ഗൈസ്, ലെറ്റ് മീ നോ യുവർ തോട്ട്സ് ഓൺ ദിസ് പർട്ടിക്കുലർ പാക്ക് ഓപ്പണിങ്. ഈ പാക്ക് ഓപ്പണിങ് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു പർട്ടിക്കുലർ പാക്ക് ഓപ്പണിങ് ഇഷ്ടപ്പെട്ടോ? സോ ഞാൻ ഈഗറായിട്ട് വെയിറ്റ് ചെയ്യണം ഈ ഒരു 3 ആൾക്കാരെയും വെച്ചിട്ട് ഗെയിം ഒന്ന് കളിച്ചു നോക്കാനും. സോ ഈവൻ ഐ ആം കൈൻഡ് ഓഫ് ക്യൂരിയസ് അബൌട്ട് ദിസ്. സോ ഫ്രണ്ട്സ്, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.